തുടങ്ങട്ടെ. ഇനി എൻ്റെ അപ്പോൾ തൊഴിലിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം കേട്ടോ. 1979 ഇവിടെ വന്നു. അതുകൊണ്ട് കുറച്ച് ഹിന്ദുക്കളെ ഉള്ളായിരുന്നു അന്നിവിടെ. അപ്പോൾ സൺഡേസ് ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഓരോ വീടുകളിൽ ഇങ്ങനെ കൂടും. അല്പം ചിക്കൻ കറിയും അത് ചോറുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങിയത്. പിന്നീട് അത് വളർന്നു, അംഗസംഖ്യയൊക്കെ കൂടി. അപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് ഹ്യൂസ്റ്റൺ, അതായത് KHS ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും മുൻകൈയിൽ നിന്ന് പ്രവർത്തിച്ച ആള് ഒരു CPI മിസ്റ്റർ മാധവൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനും എല്ലാവരും കൂടി. അങ്ങനെ 1983 ഇവിടെ KHS എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഒഫീഷ്യലി ഉണ്ടാകുന്നത്. അന്നേരം അതിന് 1000 പേരോളം, അന്നേരം 1000 പേരേ ഉള്ളൂ എല്ലാവരും കൂടെ. പിന്നെ നമ്മൾ ക്രിസ്ത്യൻസും എല്ലാവരും കൂടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1000 പേർക്ക് അന്ന് അവിയൽ വെച്ചു. അന്ന് കൈച്ചരവയാണ്, തേങ്ങാപ്പൊടിയും ഒന്നുമില്ല. അവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്, പിന്നെ ഒഫീഷ്യൽ ജീവിതം. പിന്നീട് 1985 കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തി. ഡള്ളസ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു അതിന് മുൻപിലൊക്കെ നിന്നത്. അന്നാണ് അലീഷ്യ എന്ന് പറയുന്ന ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. 3 ദിവസം ഞാൻ ബെൻഡാബിലായിരുന്നു, രാവും പകലും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാലൻ്റെയും സോമരാജൻ്റെയും ഒക്കെ കൂടെ കടയിൽ പോയി അരിയും അരിപ്പൊടി കടുക് തൊട്ടെല്ലാം മേടിച്ചു. ഒരു ബാലൻ്റെ വീട്ടിൽ വെച്ചാണ് 1500-2000 പേർക്ക് പ്രഥമൻ ഉണ്ടാക്കണം. അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് വാഴയിലയിൽ അത് പരത്തി അത് ഉണ്ടാക്കി ഞാനും ഒരു ശ്യാമളയും ബാലൻ്റെ ഭാര്യയും ഹോമനയും കൂടെ. അങ്ങനെയൊക്കെയാണ് ഹിന്ദു സൊസൈറ്റി. ഇന്നത് വളർന്ന് വന്ന് KHNA ആയി, അതായത് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. ഇപ്പം വലിയ നേതാക്കന്മാരും ഒക്കെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നാൽ അവരാരും നമ്മളെ അറിയത്തുമില്ല, നോക്കത്തുമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു KHNA കൺവെൻഷൻ നടന്നു. ഞാനവിടെ പോയിരുന്നു, വലിയ ഭാഗഭാക്കമൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ്. എന്നാലും ഞാൻ പിന്മാറിയിട്ടില്ല. അതാണ് ഇവിടുത്തെ KHNAയും KHS എന്നും ഒക്കെ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ കഥ. പിന്നീട് എൻ്റെ മറ്റേ ഔട്ട്സൈഡ് ജീവിതം പറയാം. പിന്നീട് NSSൽ ഞാൻ പ്രസിഡൻ്റാകത്ത ഒരു അസോസിയേഷനും ഇവിടെ ഇല്ല. മലയാളി അസോസിയേഷൻ KHSൽ കമ്മിറ്റിയിൽ ഫുഡ് കോർഡിനേറ്റർ, കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് പലപ്പോഴും പ്രവർത്തിച്ചു. 2003 മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റായി. അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അന്നൊക്കെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് അവിടോട്ട് മലയാളി അസോസിയേഷനിൽ കൊണ്ടുപോയത് എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല, ഒരു മാത്യു മത്തായിയാണ്. അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി എന്നിൽ എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അത് 1996 2003 ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് ഒരുപാട് നമ്പർ ഓഫ് 2007 എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. അപ്പം അഹമ്മദാബാദിൽ ഒരു ഭൂകമ്പം നടന്നപ്പോൾ $7500 അന്ന് സമാഹരിച്ച് കച്ചില അന്നേരത്തെ മലയാളി അസോസിയേഷൻ്റെ ത്രൂ സമാഹരിച്ച് വാങ്ഡി എന്ന് പറയുന്ന കൗൺസിലിൻ്റെ വീട്ടിൽ കൊണ്ട്. ആ കൂട്ടത്തിൽ അന്ന് വന്നിരുന്നത് തോമസ് ഊട്ടി നെയ്ച്ചേരിൽ, ശശിധരൻ നായർ, മലയാളി പേപ്പറിൻ്റെ ഓണർ മലയാളി തോമസ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ നാൾ അവിടെ കഴിച്ചു. അക്കാലത്താണ് വേൾഡ് മലയാളി കൗൺസിൽക്കാർ മനസ്സിലാക്കി ഈ സ്ത്രീക്ക് എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ജേക്കബ് കുടസനാടും SK ചെറിയ ബെല്ലടിക്കുന്നു ആരോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ജേക്കബ് കുടസനാടും SK ചെറിയാച്ചനും വാതിക്കൻ. എന്താ രാവിലെ വിളിക്കാതെ ഇങ്ങോട്ട്? ചേച്ചി ഒരുപാട് നാൾ മലയാളി അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല, ഇനിയും ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ. അങ്ങനെ അവരുടെ കൂടെ 2004 തൊട്ട് 4, 5, 6, 7, 4 വർഷം പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു. ആ കാലത്താണ് ഫാൻസിമോൾ പള്ളാത്തോട് എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഫണ്ട് റേസിങ് പ്രോഗ്രാമൊക്കെ നടത്തി. നല്ലതല്ലേ. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പം 15 മെമ്പേഴ്സ് പോലും മെമ്പേഴ്സില്ല. അതിനെ ഞാൻ വളർത്തി 90 ഫാമിലിയോളമാക്കി. പിന്നീട് അവിടെ വെച്ചാണ് കുറേ ഫണ്ട് സമാഹാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ട, റാന്നി ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ
ലേബർ റൂമൊക്കെ പെയിൻറ് ചെയ്തു, ലേബർ ടേബിളും ഒക്കെ മേടിച്ച് കൊടുത്തു, ക്രിബല്ല. അങ്ങനെ അന്ന് അതിന് നാട്ടിൽ എന്നെ സഹായിച്ചത് ഇന്ദിരാ രാജൻ എന്ന് പറയുന്ന വേൾഡ് മലയാളിയുടെ വിമൻസ് ഫോറം നാട്ടിലെ ചെയർപേഴ്സൺ ആയിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തു. പിന്നെ ഇവിടെ അക്കാലത്താണ് ഇവിടെ ഇൻഡോ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ തുടങ്ങുന്നത്. പിന്നെ അവിടോട്ടും പോയി, അവരും അക്കാലത്ത് അവിടെയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 തൊട്ട് ഞാൻ ഓർത്തു, ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്നു. അപ്പം ഒരു നാട്ടിൽ നിന്നൊരു കൊച്ചെന്നെ വിളിച്ചു, സുനിത നായരെന്ന് ഏതാണ്ട് പേര്, ജീവിക്കാൻ മാർഗമില്ല, ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. പിന്നെ പലരിൽ നിന്നും 50-100 വീതമൊക്കെ സമാഹരിച്ച് ആ കൊച്ചിന് നഴ്സിംഗ് ഡിപ്ലോമ പഠിക്കാനുള്ള കാശ് അയച്ചു കൊടുത്തു. പിന്നീട് വേറെ ഒരു കുട്ടി വിളിച്ചു, ലക്ഷ്മി പിള്ള. പിന്നെ വേറെ ഒരെണ്ണം ഡോണ മറിയ ഡൊമിനിക്ക്. അങ്ങനെ 4 നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് NSS ഇവിടെ തുടങ്ങുന്നത് 2008. അങ്ങനെ പിന്നെ അതിൽ കൂടെ ഏറ്റുമാനൂരുള്ള 2 മെഡിക്കൽ സ്റ്റുഡൻസിന് 50,000 രൂപ വീതം സ്കോളർഷിപ്പ് കൊടുത്തു. എവിടെയുള്ള ഒരു വിജയകുമാറിന് കിഡ്നി ഫെയിലിയർ, ഇതെല്ലാം ഞാൻ തനിയല്ല, ഈ അസോസിയേഷൻ്റെ ത്രൂ ആണ് ഇതൊക്കെ അന്ന് ചെയ്തത്. അതിന് കിഡ്നി ട്രാൻസ്പ്ലാന്റിനുള്ള പൈസ സമാഹരിച്ചു കൊടുത്തു. കേരള ഹൗസിലേക്ക് ഒരു 65 ചെയർ മേടിച്ചു കൊടുത്തു. അങ്ങനെ അനേകം കാര്യങ്ങൾ, ഒരു 30 കാര്യങ്ങൾ ഒക്കെ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ അവാർഡിനോ ഡിഗ്രിക്കോ ഒന്നും പോയതല്ല. ഞാനിവിടെ വരുമ്പോൾ ഇതൊരു കാട്ടുപ്രദേശമായിരുന്നു. അന്ന് തുളസിയുമില്ല, വൃക്ഷോ. എങ്ങനെയോ ബൈക്ക് യാർഡിലൊരു കൃഷ്ണ തുളസി വന്നു. പിന്നെ ഞാൻ അതിനെ ശേഖരിച്ച് ഉണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ട്. അക്കാലത്താണ് നീതാസാനി എന്ന് പറയുന്ന ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിലെ ട്രസ്റ്റി ആയിരുന്ന ആളെ എൻ്റെ വീടിന് ഈ സബ് ഡിവിഷനിലാണ് താമസിക്കുക. അതിലൂടെ പോയപ്പോൾ തുളസി കണ്ടു. അങ്ങനെ വന്നിട്ട് വീടിൻ്റെ ഡോറിൻ്റെ അവിടെ കൊട്ടിയിട്ട് എന്നോട് ചോദിച്ചു, നീ ഹിന്ദുവാണോ, എനിക്കൊരു തുളസി പ്ലാന്റ് തരാമോ? ഞാൻ പറഞ്ഞു കമോൺ കമ്മിൻ. അവരകത്ത് കയറി വന്നു. അങ്ങനെയാണ് എനിക്ക് അതുവരത്തെ കിട്ടിയിട്ടുള്ള KHS തൊട്ട് മലയാളി അസോസിയേഷൻ തൊട്ട് NSS തൊട്ട് പലയിടത്തു നിന്നും കിട്ടിയ കുറേ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ പാനൽ ഓഫ് 5 ലോയേഴ്സ് ജഡ്ജസ് അത് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെ 2016 May 14 ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജ് എനിക്കൊരു ഓണററി ഡിഗ്രി തരുന്നത്. അത് ഞങ്ങൾ 4 റെസിപ്പിയൻസ് ആയിരുന്നു. ഒന്ന് ഇവിടുത്തെ ഫുഡ് ബാങ്കിൻ്റെ മാനേജർ, ഒന്നൊരു ലോ ഫേമിലെ തൂപ്പുകാരത്തിയായിട്ട് കയറിയ ഒരു വിയറ്റ്നാമീസ് സ്ത്രീ, പിന്നെ ഒരു ലോയറായി. അങ്ങനെ ആദ്യമേ എന്നെയാണ് അത് NRG സ്റ്റേഡിയത്തിൻ്റെ ടോപ്പിൽ അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യം കാല് കുത്താൻ ഭാഗ്യമുണ്ടായ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യമായിട്ട് കാലുകുത്താൻ ഭാഗ്യം കിട്ടിയ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമൊന്നുമല്ല, എല്ലാം ആ പരാശക്തി, ആ ദൈവമെന്ന്. അതാരായാലും ജീസസ് ആയാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ. ഞാൻ പോകാത്ത ഒരു ചർച്ചില്ല ഇവിടെ, ഞാൻ അറ്റൻഡ് ചെയ്യാത്ത വളരെ കുറച്ച് ഫ്യൂണറലേ ഇവിടെയുള്ളൂ. എനിക്ക് ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇവിടുത്തെ ന്യൂസ് റീഡർ റാന്നിക്കാരൻ ജീമോൻ പറയും, പൊന്നിച്ചേച്ചി ഒരു സ്ത്രീയല്ല, ഒരു സംഭവമാണെന്ന്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാം ഹൂസ്റ്റൺ മലയാളികളുടെ സ്നേഹവും അനുഗ്രഹവുമാണ്. ഇവിടെ രാഷ്ട്രീയ KP ജോർജ് അദ്ദേഹം പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. അതുപോലൊക്കെ ജൂലി ഇന്ന് ജഡ്ജായിരിക്കുന്ന ആളെ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം ശരിയാണ്, ഒരു അറ്റോർണി ജൂലി മാത്യു, ഐ തോട്ട് സം അമേരിക്കൻ ലോയർ. എനിക്ക് 3 ആൺമക്കളാണല്ലോ, അവരൊക്കെ അന്നൊക്കെ ടീനേജ് പ്രായം, 20s ഒക്കെ. ഞാനോർത്ത് പിള്ളേർ വല്ല തെറ്റും ചെയ്ത് കാണും. ഞാൻ പേടിച്ച് കുറച്ച് കോൾ റിട്ടേൺ ചെയ്തു. ഐ റിസീവ്ഡ് എ കോൾ ഫ്രം യുവർ ഓഫീസ് ജൂലി മാത്യു, ഐ എം മിസ്സസ് പിള്ളെ. അപ്പോൾ ജൂലി എന്നോട് മലയാളത്തിൽ വർത്താനം പറഞ്ഞു. പിന്നെ ചേച്ചി, നിങ്ങളെക്കുറിച്ച് അറിയാനിടയായി, ഞാനിങ്ങനെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. എന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെൻ മാത്യു സാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, പിന്നെ സംസാരിക്കുക. അങ്ങനെ ജൂലി ഇവിടെ വന്നു. ജൂലിയെ പിന്നെ ഞാൻ എല്ലായിടത്തും മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി, NSS എല്ലായിടത്തും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ജൂലിയുടെ ഇലക്ഷനും എല്ലാവരുടെയും ജഡ്ജ് സുരേന്ദ്രനും ഇവിടെ വന്ന് എൻ്റെ വീട്ടിൻ്റെ മുൻപിൽ വന്ന് ഇതുപോലൊക്കെ എന്നെ ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹം എന്നോട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ അനേകം. പിന്നെ ഇവിടെ അങ്ങനെ അത് തന്നെയല്ല, 1985 എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ
നമ്മളുടെ യേശുദാസ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ അന്ന് ഒരു ഹിന്ദു സൊസൈറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിജയ യേശുദാസിൻ്റെ കൂടെ ആഫ്റ്റർ 35 years ആ സെയിം ഒരു സ്റ്റേജ് പങ്കിടാൻ 2021 ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ഞാൻ വിജയ യേശുദാസിനോട് പറഞ്ഞു, 35 വർഷം മുമ്പ് KHS വേണ്ടി ഞാൻ വിമൻസ് ഫോറം ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ താങ്കളുടെ പിതാവിനോടൊപ്പം ഞാനൊരു സ്റ്റേജ് അങ്ങനെ യേശുദാസ് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വരാത്തവരെ എൻ്റെ വീട്ടിൽ വരികയും ഒരു പിന്നെ ഇവിടെ ആഹാരം കഴിക്കുക എന്തും വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് പേരെല്ലാം തന്നെ ഓർക്കുന്നില്ല. പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ കൂടെ 1985 അന്ന് പ്രേം നസീർ അദ്ദേഹവും കൃഷ്ണചന്ദ്രനും പിന്നെ മുമ്പ് ഞാൻ കാണിച്ചില്ല. അങ്ങനെ അന്ന് എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനാണ് അന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അന്നേരം പ്രേം നസീർ അദ്ദേഹത്തിന് ആ രാത്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴ. അന്നേരം ഹൈവേയിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് പേടി. കാറ് ഉണ്ണിത്താനെ പതിയെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറിന് ഒരു കുഴപ്പവും വരത്തില്ല, ഞങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. യേശുദാസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക അടുപ്പത്തിന് പരിധിയില്ലല്ലോ, ശാരീരിക അടുപ്പത്തിനല്ലേ പരിധിയുള്ളൂ, മാനസിക അടുപ്പം എവിടം വരെയും ആകാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവോ കാരുണ്യമോ ഒന്നുമല്ല. എപ്പോഴും ഐ മിസ് മൈ ഹസ്ബൻഡ്. പക്ഷേ എൻ്റെ തലയിലെടുത്ത് എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലെന്ന്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം സ്ത്രീകളെ അങ്ങനെ അധികം മുൻപോട്ട് വരാനോ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2017 നേർക്കാഴ്ച പേപ്പറിൽ സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആർഷഭാരതത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണെന്ന്. പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതേ, ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വരും സ്റ്റേറ്റ് ബോർഡും ഒക്കെ പാസ്സായ സ്ത്രീകൾ, നേഴ്സന്മാർ. അപ്പോൾ നാട്ടിലെ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റുമായിട്ടുള്ള ആൾക്കാരിങ്ങനെ അവർക്കുണ്ട്. അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളാണ്. അന്നേരം അവർക്ക് പ്രായവും നോക്കണ്ട, സൗന്ദര്യവും ഒന്നും നോക്കണ്ട, ഇക്കരെ കടക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പാസ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ കല്യാണം കഴിക്കും, പിന്നെ ഇവിടെ വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം മെച്ചപ്പെടുമ്പോൾ അവർക്ക് ആ ഭാര്യയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് അവർക്ക് സുഖമുള്ള കിടക്ക എടുത്ത് പോകുന്നു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ പേപ്പറിൽ. ഇത് ഞാൻ ഒളിച്ചുകളിയൊന്നും പറയുന്ന കാര്യങ്ങളൊക്കെയല്ല. അങ്ങനെയാണ് ഇവിടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു റേച്ചലിനെയും ഒരു മിസ്സസ് മാത്യൂസിനെയും വേറെ ആരൊക്കെ കൊലപ്പെടുത്തിയ കഥകളും ഒക്കെ നമുക്കുണ്ടല്ലോ. ഇത് ഞാനിവിടെ വന്നിട്ട് 51 വർഷമായി. എന്നോടെല്ലാവരും പറയും എൻ്റെ ജീവചരിത്രം തന്നെ ഒരു മൂവി ആക്കണമെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാടും പറഞ്ഞാൽ തീരാത്ത കഥകൾ എനിക്ക് പറയാനുണ്ട്. എനിവേ എല്ലാം പിന്നെ ഞാൻ 37 വർഷമായിട്ട് സിംഗിൾ പേരൻ്റാണ്. എനിക്ക് 3 ആൺമക്കളാണ്. 11 PM to 7 AM ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പോലും എൻ്റെ മക്കളെ ഞാൻ ബസ്സിന് വിട്ടിട്ടില്ല. കാര്യം, വേണ്ടാത്ത ലാംഗ്വേജ് പഠിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒന്നും വേണ്ട. ഞാൻ കൊണ്ടുവിടും. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജോലിയിൽ ലേറ്റ് ആയിട്ടില്ല. ഇതൊക്കെയാണ് ദൈവം എനിക്ക് തന്ന ഗുണങ്ങൾ. അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ പഠിച്ചു. മൂത്തയവൻ കല്യാണം കഴിച്ചു. അത് വാസ്തവത്തിൽ ഞാൻ ആ പെൺകുട്ടിയുടെ വീട് പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞു, മകനോട് പറഞ്ഞു. അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ വെച്ചാണ് കണ്ടത് കുട്ടിയെ. അങ്ങനെ 9ാം ദിവസം കല്യാണം. അവർ സുഖമായിട്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. 2 ആൺമക്കുട്ടികളുണ്ട്, ജസ്റ്റിനും മിത്രനും. അങ്ങനെ രണ്ടാമത്തെ മകൻ ബോബി, അവൻ വിവാഹ ജീവിതത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഒരിടത്ത് അടങ്ങി അങ്ങനെ അങ്ങനെ പിടിച്ചു കെട്ടി ഡയപ്പറും ചേഞ്ച് ചെയ്തിരിക്കുന്ന അല്ല എൻ്റെ ജീവിതം. ഹി വാണ്ട്സ് ടു സീ ദ വേൾഡ്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇനിയും പാകിസ്ഥാനും സിക്കിമും മാത്രമേ കാണാനുള്ളൂ എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു, ബോബി ഡോണ്ട് ഗോ ടു പാകിസ്ഥാൻ. ഓ, ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഐ ഡിൻ ഹാവ് ടു ടെൽ യു വാട്ട് ഐ ആം ഡൂയിങ്. ബട്ട് ബോബി ഹാസ് എ ഗുഡ് ഹാർട്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബോബിക്ക് 5 or 6 പട്ടികളുണ്ട്. എവിടുന്ന പട്ടികളെ ഒന്നും മേടിക്കുന്നതല്ല, ഈ വഴിയിൽ വാൻഡ്രർ നടക്കുന്ന ആരുമില്ലാത്ത പട്ടികളെ കൊണ്ടുവരുന്നു, അതുങ്ങളെ തീറ്റിപ്പോറ്റുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ, എവരിബഡി എഡ്യൂക്കേഷനിലും ജോലിയിലും എൻ്റെ 3 മക്കളും കുഴപ്പമില്ല. പിന്നെ 3ാമത്തെ മകൻ ബ്രിട്ടീഷ് പെട്രോളിയത്തിലൊരു ഓഫീസറാണ്. ഹീസ് ഓൾസോ വെൽ. ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല. എല്ലാം ഞാൻ ആ പരാശക്തിയിൽ, ഈശ്വരനിൽ സമർപ്പിക്കുന്നു. ഒന്നിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും അവസരം തന്നതിന് സെനിയോട് എൻ്റെ മകനെന്ന നിലയിലും എല്ലാറ്റിലും അഗൈതമായ നന്ദി. എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങൾക്കും സമുദായ സ്നേഹികൾക്കും എൻ്റെ അഗൈതമായ നന്ദി ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കും. നന്ദി, നമസ്കാരം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യം വീണതിൽ പിന്നീട് അതെ